ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ. ഞാനത് നിങ്ങളെ കൂടെ കാണിക്കാം. എന്താണെന്നറിയാമോ? കേട്ടോ, ഇതെന്താണെന്നറിയാമോ? മനസ്സിലായോ? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന മരത്ത് കുറേ പിടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളത് പിച്ചി കണ്ടേ. ഇത് പഴുത്ത സാധനമാണ്, അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അവിടെ കഴിച്ച് കാണിക്കാം. വേണമെങ്കിൽ ഇത് മൊത്തം വേണമെങ്കിൽ എടുക്കാം, ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം. കഴിച്ച് നോക്കാം ആദ്യം. ആ സൂപ്പർ സാധനം, നല്ല ടേസ്റ്റിയാണ്. എന്നാലും പുളിയുണ്ട്. പൊതുവെ പുളിയുള്ള സാധനമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. വലിയ പുളി, ഭയങ്കര പുളിയാണ്. അപ്പം ഇത് കുറേ ഇനിയുണ്ട്, കുറേ നിപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം പിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ 3 കൂട്ടം എടുത്ത് പടിഞ്ഞാറ്റിലും കൊണ്ടുപോയി, കിഴക്കേലും കൊണ്ടുപോയി. 3 പേര് 3 രീതി ഇടാമെന്ന് പറഞ്ഞ് 2 പേരുടെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഉണക്കിയെടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനല്ലാതെ നോർമലിയുള്ള അച്ചാറിടാം. കിഴക്കേലാൾ പറഞ്ഞ് ഞാൻ പച്ചയ്ക്ക് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെക്കാം, അതാകുമ്പോൾ എനിക്ക് ഇച്ചിരി ജോലി കുറയുമല്ലോ. അപ്പോൾ അവിടെ ബുദ്ധി അങ്ങനെ ഉണ്ട്. പണിയുള്ളത് എനിക്കും തന്ന് 2 അവളുമാരും സാധാരണ അച്ചാറ് ഇടാനും ഒരുത്തി പച്ചയ്ക്ക് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഈ പറഞ്ഞ 2 കൂട്ടരുടെയും സാധനം ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുവാണ്. എൻ്റേതും ഫ്രിഡ്ജിൽ ഇരിക്കുവാണ്. ഇന്നലെ വീണ്ടും എടുത്ത് വെളിയിൽ വെച്ചു. വീണ്ടും മടി കാരണം വീണ്ടും വൈകിട്ടായപ്പോഴത്തേന് കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞ് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇതിപ്പോൾ എടുത്ത് താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. ഇന്ന് കറി വെച്ചപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഇനി അത് നമുക്ക് അരിയാം. അണ്ടേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിനാ പറയുന്നത് സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഉണ്ടോ? ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്നൊന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഉപയോഗിച്ചിട്ടുള്ള, ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർ ഒന്ന് അഭിപ്രായം പറയുക. എന്തായാലും ഇത് എല്ലാം കൂടെ സാധാ ഉപ്പിലിടാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടോ? എൻ്റെ കണ്ണൻ വന്നിട്ടുണ്ട്. കണ്ണൻ വന്നിട്ട് വിളിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ എത്തിയില്ല, ഇപ്പോഴാണ് ആളിന് വണ്ടി കിട്ടിയത് കേട്ടോ. ഇതേപോലെ എപ്പോൾ വന്നാലും അവൻ വന്ന് ഇതുപോലെ